വെൽക്കം ടു സെഫീസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു നാടൻ സാമ്പാറിൻ്റെ റെസിപ്പി കണ്ടാലോ. എത്ര നന്നായി ഉണ്ടാക്കിയാലും സാമ്പാറിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല എന്ന് പറയുന്ന കുറേ ആളുണ്ട്. അവർക്കായി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എങ്കിൽ പിന്നെ നമുക്ക് വേഗം തന്നെ വീഡിയോ കാണാം. ആദ്യമായിട്ട് നമുക്കൊന്ന് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു തേങ്ങൻ്റെ ഒരു പകുതി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിന് കുറച്ചൊരു മസാലകൾ ചേർത്തണം. അതിൽ കുറച്ച് ഇതിൽ കാണുന്ന പോലത്തെ മല്ലി, പിന്നെ കുറച്ച് ഉലുവ, ഒരിത്തിരി ഉഴുന്ന് പരിപ്പ്, ഒരിത്തിരി ജീരകം, ചെറിയ ജീരകമില്ലേ, വെളുത്തുള്ളി, പിന്നെ കുഞ്ഞുള്ളി, കറിവേപ്പില, വറ്റൽമുളക്, ഇതെല്ലാം ഒന്നിട്ടിട്ട് നമുക്കിതൊന്ന് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കണം. സാമ്പാർ ഇഷ്ടമില്ലാത്തതായിട്ട് ആരുമില്ല, എല്ലാവർക്കും സാമ്പാർ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ സാമ്പാർ ഉണ്ടാക്കിയാൽ തന്നെ ഒരുപാട് ഗുണമുണ്ട്. കാരണം വെച്ചാൽ ഇഡ്ലിക്കും ദോശക്കും ചോറിനും എല്ലാം കൂട്ടാലോ. അപ്പോൾ പിന്നെ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ 1-2 ദിവസം വരെ എന്തായാലും അതൊന്ന് ചൂടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് വേണം. തിരക്കിട്ട സമയത്തൊന്നും നമ്മൾ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തോ അത്ര ശരിയാവില്ല. കാരണം ഈ ഒരു തേങ്ങ വറുത്തെടുക്കണം, നല്ലൊരു എന്താ പറയുക, ഒരുപാട് സമയം വേണം. അപ്പോൾ ഒരു ചെറിയ തീയിലാക്കിയിട്ടും തേങ്ങ കരിയാതെ നല്ല രീതിയിൽ വറുത്തെടുക്കണമല്ലോ. അപ്പോൾ പിന്നെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം ഒന്ന് മെനക്കെടണം. ഇതിപ്പോൾ ഇങ്ങനെ വറുക്കുന്നതിനിടയിൽ നമുക്ക് ഒരു കുക്കർ വെച്ചിട്ട് കുറച്ച് പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് ഞാനൊരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണേ. ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ കുക്കറിൽ പരിപ്പിട്ട് കഴിഞ്ഞാൽ ഒരുപാടൊന്നും വേവിക്കണ്ടേ, ആകെ ഒറ്റൊരു വിസലിൽ വേവിച്ചെടുക്കാൻ. എന്നിട്ട് ആ കുക്കർ തുറന്നിട്ട് പിന്നെ നമുക്ക് കുറച്ച് വേവുള്ള സാധനമാണ് പച്ചക്കായി. ഇനി പച്ചക്കായിട്ടൊന്ന് വേവിക്കാം. അതുപോലെ തന്നെ കുക്കറിൽ ഒരു വിസിൽ മാത്രം ഇട്ടിട്ടാണ്. പിന്നെ ബാക്കിയുള്ള ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഇങ്ങനൊക്കെ എന്തെല്ലാം ഉള്ളതെന്ന് വെച്ചാൽ പച്ചക്കറി എന്തെല്ലാം വെച്ചാൽ അതെല്ലാം ഇട്ടെടുത്ത് ഒന്നുകൂടി വേവിച്ചെടുക്കാം. തേങ്ങ ഒരു ബ്രൗൺ നിറമായതിനു ശേഷം നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്തെടുക്കും. മല്ലിപ്പൊടി കുറച്ച് ചേർത്താൽ മതി, കാരണം നേരത്തെ മല്ലി തന്നെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നീടുള്ളത് നമുക്ക് വേഗം വേകുന്ന സാധനം ഒന്ന് മുരിങ്ങ, വഴുതനങ്ങ, ഉള്ളി, തക്കാളി, പച്ചമുളക്, കുമ്പളങ്ങ ഇതെല്ലാം ഇട്ടിട്ട് ഇനിയിപ്പോൾ നമുക്ക് കുക്കറൊന്ന് മൂടി തുറന്നിട്ട് തന്നെ വേവിച്ചെടുക്കുക. അതിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച്, അതായത് 1 സ്പൂണ് മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുക്കർ മൂടി വെക്കാണ്ട് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം ഞാൻ കുറച്ചൊരു പുളിവെള്ളമാക്കിയിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസ് ആയിട്ട് പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം എല്ലാം വെന്ത് വന്നതിന് ശേഷം തേങ്ങ ഒന്ന് നല്ലോണം മിക്സിയിൽ അരച്ച് പറന്ന് കൊടുക്കുക. പിന്നെ ഒരു ചെറിയൊരു പീസ് ഞാൻ വെല്ലം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പീസാണേ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം കുറച്ച് സാമ്പാർ 2-3 ടീസ്പൂൺ മാത്രം മതി സാമ്പാർ പൊടി. അതിനുശേഷം നമുക്കിതൊന്ന് വറുത്തിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ചൊരു തേങ്ങ കൊത്തിട്ട് കൊടുത്തിട്ട് ടേസ്റ്റിന് വേണ്ടിയാണേ. അതിനുശേഷം വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ നമുക്കൊരു ഈ ഒരു സാമ്പാറിനൊരു കളർ കിട്ടാൻ വേണ്ടി കുറച്ച് സാമ്പാർ കൂടെ ഇട്ട് ഈ എണ്ണയിൽ തന്നെ വെച്ചെടുക്കുക. നല്ല അടിപൊളി സാമ്പാറായില്ലേ. ഇതിലൊരു കായത്തിൻ്റെ കുറവുണ്ട്, എൻ്റെ അടുത്തില്ല. നിങ്ങൾ എന്തായാലും ഇട്ട് കൊടുക്കണം. ഇനി എന്തായാലും സാമ്പാർ ശരിയായില്ല നിങ്ങൾ പറയില്ലല്ലോ. ഇനി ഇതുപോലെ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്ക്, നല്ലൊരു ടേസ്റ്റാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോയുമായി ഞാൻ വരും ഇൻഷാ അല്ലാ. ബൈ.